പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഈ നിമിഷം നിങ്ങൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ രാവിലെ ഉണർന്ന ഉടനെ ഈ വാക്കുകൾ കേൾക്കുന്നതാവാം. അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന വഴിയിൽ ബസ്സിലോ വണ്ടിയിലോ ഇരുന്ന് കേൾക്കുന്നതാവാം. ഒരുപക്ഷെ രാത്രി കിടക്കയിൽ കിടന്നുകൊണ്ട് ഉറക്കം വരാത്ത ഒരു നേരത്ത് ഫോൺ ചെവിയിൽ ചേർത്ത് വെച്ച് കേൾക്കുന്നതാവാം. എവിടെയാണെങ്കിലും ഈ നിമിഷം ഒന്നറിയണം, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ വാക്കുകൾ കേൾക്കുന്ന ഈ സമയത്ത് നിങ്ങൾ തീർച്ചയായും ഒറ്റയ്ക്കല്ല. ചിലപ്പോൾ ആളുകൾ ചുറ്റിലുമുണ്ടായിരിക്കും, പക്ഷേ ഉള്ളിലൊരു ഒറ്റപ്പെടൽ തോന്നും. ആരോടും പറയാൻ കഴിയാത്ത ഒരു ഭാരം ഹൃദയത്തിലിരിക്കും. അതൊന്നും പ്രശ്നമല്ല. ഇപ്പോൾ ആ ഭാരത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഇപ്പോൾ ഈ നിമിഷത്തിലിരിക്കുക, ശ്വാസമെടുക്കുക, പതുക്കെ ഒന്നുകൂടി ശ്വാസമെടുക്കുക. ഈ പ്രാർത്ഥന നിങ്ങളുടേതാണ്. ഇതാർക്കും വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഇതൊരു ക്ലാസ് അല്ല, ഇതൊരു പ്രസംഗമല്ല, ഇതൊരു പ്രാർത്ഥനയാണ്. നിങ്ങളോടൊപ്പം ഇരിക്കുന്ന ഒരു പ്രാർത്ഥന. നിങ്ങൾ ക്ഷീണിതരാണെങ്കിൽ അത് മതി. നിങ്ങൾ തളർന്നിരിക്കുന്നെങ്കിൽ അതും മതി. ഈ പ്രാർത്ഥനയിലേക്ക് ശക്തിയോടെ വരേണ്ട, ബലഹീനതയോടെ വന്നാലും മതി. ദൈവത്തിന് അത് മതി. ചില ദിവസങ്ങളുണ്ട്, രാവിലെ കണ്ണു തുറക്കുമ്പോൾ തന്നെ ഒരു ഭാരം തോന്നും. പുതിയ ദിവസമാണ്, പക്ഷേ പഴയ ആശങ്കകൾ തന്നെ. ഇന്നലെ ഉറങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ചിന്തകൾ ഇന്ന് രാവിലെയും അവിടെ തന്നെ ഇരിക്കുന്നു. ജോലിയെക്കുറിച്ചൊരു ഉത്കണ്ഠ, നാളെ എന്ത് സംഭവിക്കും എന്ന ഭയം, പണത്തെക്കുറിച്ചൊരു ചിന്ത, ആരോഗ്യത്തെക്കുറിച്ചൊരു ആശങ്ക, ബന്ധങ്ങളിൽ ഒരു വേദന. ഇതൊന്നും പറയാൻ ആരുമില്ല എന്നൊരു തോന്നൽ. ചിലപ്പോൾ എല്ലാം ശരിയാണ് എന്ന് തോന്നിയാലും ഉള്ളിൽ ഒരു അസ്വസ്ഥത ഉണ്ടായിരിക്കും. അത് എന്താണ് എന്ന് കൃത്യമായി പറയാൻ കഴിയില്ല, പക്ഷേ അതവിടെ ഉണ്ട്. ഒരു ഭയം, ഒരു ഉറപ്പില്ലായ്മ, ഒരു കാത്തിരിപ്പ്. എന്തിനു വേണ്ടിയാണ് എന്നറിയാത്ത ഒരു കാത്തിരിപ്പ്. വീട്ടിൽ ചെല്ലുമ്പോൾ ചിരിക്കണം, ജോലിയിൽ ശക്തയായി നിൽക്കണം, ആരോടും ബലഹീനത കാണിക്കാൻ കഴിയില്ല. എല്ലാവരും നോക്കുമ്പോൾ ഞാൻ നന്നായിരിക്കുന്നു എന്ന് പറയണം. പക്ഷേ ഉള്ളിലൊരു ക്ഷീണമുണ്ട്. ശരീരത്തിൻ്റെ ക്ഷീണമല്ല, ഹൃദയത്തിൻ്റെ ക്ഷീണം. ചിലപ്പോൾ യാത്രയിലിരിക്കുമ്പോൾ ഒരു നിമിഷം ഒരു ഭയം വരും. എന്തെങ്കിലും സംഭവിച്ചാലെന്ന ചിന്ത, പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും പറ്റിയാലെന്ന ചിന്ത, വാർത്തകൾ കാണുമ്പോൾ ലോകം എങ്ങോട്ടാണ് പോകുന്നത് എന്ന ആശങ്ക. ഈ ചിന്തകളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മനുഷ്യനായതുകൊണ്ടാണ്. അത് ബലഹീനതയല്ല. അത് നിങ്ങളുടെ ഹൃദയം ജീവനുള്ളതാണ് എന്നതിൻ്റെ അടയാളമാണ്. ഇപ്പോൾ ഒന്ന് കേൾക്കണം, പതുക്കെ കേൾക്കണം. ദൈവത്തിൻ്റെ സംരക്ഷണം എല്ലായ്പ്പോഴും നിങ്ങൾ കാണുന്ന രീതിയിലായിരിക്കില്ല. ചിലപ്പോൾ ദൈവം സംരക്ഷിക്കുന്നത് ഒന്നും സംഭവിക്കാതെ ആയിരിക്കും. ഒരു ദുരന്തം വന്നില്ല, ഒരു അപകടമുണ്ടായില്ല, ഒരു രോഗം തൊട്ടില്ല. നിങ്ങളത് ശ്രദ്ധിച്ചില്ല, കാരണം ഒന്നും സംഭവിച്ചില്ല. പക്ഷേ ഒന്നും സംഭവിക്കാതിരുന്നത് സംരക്ഷണമായിരുന്നു. ദൈവം നിങ്ങളുടെ മുന്നിൽ നടക്കുന്നു. നിങ്ങൾ ചെല്ലുന്നിടത്ത് മുന്നേ ചെന്ന് വഴിയൊരുക്കുന്നു. നിങ്ങൾ കാണാത്ത അപകടങ്ങളിൽ നിന്ന് മുന്നേ മാറ്റി നടത്തുന്നു. നിങ്ങളുടെ പിന്നിൽ നിന്ന് കാവൽ നിൽക്കുന്നു. പഴയ കാര്യങ്ങൾ നിങ്ങളെ വീണ്ടും ദ്രോഹിക്കാതിരിക്കാൻ പിന്നിൽ നിന്നൊരു മതിൽ പോലെ നിൽക്കുന്നു. ചുറ്റിലും ദൈവമുണ്ട്. വലതുവശത്ത്, ഇടതുവശത്ത്, മുകളിൽ, താഴെ. നിങ്ങൾ ഒരിടത്തിരിക്കുമ്പോൾ ദൈവം ആ ഇടത്തെ ചുറ്റി നിൽക്കുന്നു. ഇത് നിങ്ങൾ അനുഭവിക്കുന്നില്ല എന്ന് തോന്നിയാലും ഇത് യഥാർത്ഥമാണ്. വെയിൽ കാണാത്ത മേഘാവൃതമായ ദിവസത്തിലും സൂര്യനുള്ളതുപോലെ നിങ്ങൾ ദൈവസാന്നിധ്യം അനുഭവിക്കാത്ത നിമിഷത്തിലും ദൈവം അവിടെയുണ്ട്. ആ സംരക്ഷണം കാണാനാകുന്നതല്ല, അനുഭവിക്കാനാകുന്നതല്ല, പക്ഷേ അത് യഥാർത്ഥമാണ്. അത് തുടരുന്നുണ്ട്. ഈ നിമിഷത്തിലും അത് തുടരുന്നുണ്ട്. വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട്, പൗലോസ് എഴുതിയതാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി പ്രവർത്തിക്കുന്നു. ഈ വാക്യം എഴുതിയ പൗലോസ് ഒരു സുഖമുള്ള മുറിയിലിരുന്ന് എഴുതിയതല്ല. അദ്ദേഹം കഷ്ടപ്പെട്ടവനാണ്, തടവിൽ കിടന്നവനാണ്, അടികൊണ്ടവനാണ്, കപ്പൽ മുങ്ങിയ അനുഭവമുള്ളവനാണ്, സ്വന്തക്കാർ ഉപേക്ഷിച്ചവനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം എളുപ്പമുള്ളതായിരുന്നില്ല. എന്നിട്ടും അദ്ദേഹം ഈ വാക്കുകൾ എഴുതി, സകലവും നന്മയ്ക്കായി കൂടി പ്രവർത്തിക്കുന്നു. സകലവും, എല്ലാം. നല്ല കാര്യങ്ങൾ മാത്രമല്ല, ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും വേദനയുള്ള കാര്യങ്ങളും മനസ്സിലാകാത്ത കാര്യങ്ങളും സകലവും. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു നെയ്ത്തുകാരൻ നൂൽ നെയ്യുമ്പോൾ ഒരു വശത്ത് നിന്ന് നോക്കിയാൽ നൂലുകൾ കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്നതേ കാണൂ. ക്രമമില്ല, ഭംഗിയില്ല, ഒരു ചിത്രമില്ല. പക്ഷെ മറിച്ചിടുമ്പോൾ ഒരു സുന്ദരമായ ചിത്രം കാണും. ദൈവം നെയ്യുന്ന ചിത്രം നമ്മളിപ്പോൾ കാണുന്നത് പിന്നിൽ നിന്നാണ്. നൂലുകൾ കുഴഞ്ഞു മറിഞ്ഞ വശത്തു നിന്നാണ്. ഒരു ദിവസം ദൈവം ആ ചിത്രം മറച്ചിടും. അന്ന് നമ്മൾ കാണും, ഓരോ നൂലിനും ഒരു ഇടമുണ്ടായിരുന്നു, ഓരോ വേദനയ്ക്കും ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, ഓരോ കണ്ണീരിനും ഒരു അർത്ഥമുണ്ടായിരുന്നു. സകലവും നന്മയ്ക്കായി. ഇതൊരു വാഗ്ദാനമാണ്, ദൈവത്തിൻ്റെ വാഗ്ദാനം. ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചൊന്ന് ഓർക്കണം.
നിങ്ങളുടെ വീട്ടിലുള്ളവരെ, നിങ്ങളുടെ അമ്മയെ, അച്ഛനെ, ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ, സഹോദരങ്ങളെ. അവരുടെ മുഖങ്ങൾ ഓർക്കൂ. അവരെക്കുറിച്ചും നിങ്ങൾക്ക് ആശങ്കകളുണ്ട്. മക്കളുടെ ഭാവി എന്താകും? അവർ നല്ല ജീവിതം നയിക്കുമോ? അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കാൻ കഴിയുമോ? വയസ്സായ മാതാപിതാക്കളുടെ ആരോഗ്യം, അവർക്കെന്തെങ്കിലും സംഭവിച്ചാലെന്ന ഭയം. ചിലപ്പോൾ ബന്ധങ്ങളിൽ ഒരു വിള്ളലുണ്ടായിരിക്കും. ഒരിക്കൽ അടുത്തിരുന്ന ആളുകൾ ഇന്ന് ദൂരെയായിരിക്കും. സംസാരിക്കാത്ത ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി. ആ വേദനയും നിങ്ങൾ ചുമക്കുന്നുണ്ട്. ജോലി സ്ഥലത്ത് ഉറപ്പില്ലായ്മ. ഈ ജോലി എത്ര കാലമുണ്ടാകും? അടുത്ത മാസം ശമ്പളം ലഭിക്കുമോ? മറ്റൊരു ജോലി കിട്ടുമോ? ഈ നഗരത്തിൽ, ഈ നാട്ടിൽ, ഈ ജീവിതത്തിൽ ഒരു സ്ഥിരത ഉണ്ടാകുമോ? യാത്ര ചെയ്യുമ്പോഴുള്ള ഭയം, വാർത്തകളിൽ കാണുന്ന അപകടങ്ങൾ, ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഭാരം ചേർക്കുന്നു. ഈ ഭാരങ്ങൾ ഓരോന്നും ദൈവത്തിനറിയാം. നിങ്ങൾ പറയാത്ത ഭാരങ്ങളും ദൈവം അറിയുന്നു. നിങ്ങൾ ആരോടും പറയാത്ത ഭയവും ദൈവം കേൾക്കുന്നു. ദൈവം അതും നന്മയ്ക്കായി മാറ്റും. ദൈവം അതും നന്മയ്ക്കായി മാറ്റും എന്ന് ഒന്നുകൂടി കേൾക്കൂ. അതെ, ദൈവം അതും നന്മയ്ക്കായി മാറ്റും. കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ നിൻ്റെ മുന്നിൽ വരുന്നു. വലിയ വാക്കുകളോടെ അല്ല, വലിയ വാക്കുകളോടെ അല്ല, ആഴമുള്ള ദൈവശാസ്ത്രത്തോടെ അല്ല, ഞങ്ങളുടെ ഉള്ളിലെ ശബ്ദമില്ലാത്ത നിലവിളിയോടെ വരുന്നു. ശ്രോതാവിനായി കർത്താവേ, ഇപ്പോൾ ഈ വാക്കുകൾ കേൾക്കുന്ന ഈ മനുഷ്യനെ നീ അറിയുന്നു. ഈ ഹൃദയത്തിൻ്റെ ഓരോ മിടിപ്പും നീ കേൾക്കുന്നു. ഈ മനസ്സിലെ ഓരോ ചിന്തയും നിനക്കറിയാം. കർത്താവേ, ഈ ദിവസത്തിൽ ഈ മനുഷ്യന് സമാധാനം നൽകണമേ. ശരീരത്തിന് ആരോഗ്യം നൽകണമേ. മനസ്സിന് ശാന്തത നൽകണമേ. ഹൃദയത്തിന് ധൈര്യം നൽകണമേ. ഈ മനുഷ്യൻ നടക്കുന്ന വഴികൾ സുരക്ഷിതമാക്കണമേ. ഈ മനുഷ്യൻ ചെയ്യുന്ന ജോലിയെ അനുഗ്രഹിക്കണമേ. ഈ മനുഷ്യൻ ഉറങ്ങുമ്പോൾ കാവൽ നിൽക്കണമേ. ഈ മനുഷ്യൻ ഉണരുമ്പോൾ പ്രത്യാശ നൽകണമേ. കർത്താവെ, ഈ ജീവിതത്തിൽ നിന്റെ പദ്ധതി നടത്തണമേ. എന്ത് സംഭവിച്ചാലും ഈ മനുഷ്യന് വിശ്വസിക്കാൻ ശക്തി നൽകണമേ. സകലവും നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു എന്ന് ഈ ഹൃദയത്തിൽ എഴുതണമേ. കുടുംബത്തിനും അടുത്തവർക്കും കർത്താവെ, ഈ മനുഷ്യൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണമേ. ഈ വീട്ടിലെ ഓരോ ആളെയും നിന്റെ കൈകളിൽ പിടിക്കണമേ. മക്കളെ കാത്തുകൊള്ളണമേ. അവരെവിടെ പോയാലും നിന്റെ കണ്ണ് അവരുടെ മേലിരിക്കണമേ. അവരുടെ കാൽ ഇടറാതിരിക്കണമേ. അവരുടെ ഹൃദയം തകരാതിരിക്കണമേ. അവർ തെറ്റായ വഴിയിൽ പോകാതിരിക്കണമേ. അവരെ ചൂഷണം ചെയ്യുന്നവരിൽ നിന്ന് സംരക്ഷിക്കണമേ. അവരുടെ ഭാവി നിന്റെ കയ്യിൽ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് കഴിവ് നൽകണമേ. ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ. അവർ ചുമക്കുന്ന ഭാരം നീ ഇറക്കണമേ. അവർ പറയാതെ വയ്ക്കുന്ന വേദനകൾ നീ അറിയുന്നു. അവരുടെ ഉള്ളിലെ ഭയങ്ങളും നീ കാണുന്നു. അവരെ ആശ്വസിപ്പിക്കണമേ. മാതാപിതാക്കളെ കരുതണമേ. അവരുടെ ആരോഗ്യം കാക്കണമേ. അവരുടെ ശരീരത്തിന് ശക്തി നൽകണമേ. അവരുടെ ഹൃദയത്തിന് സന്തോഷം നൽകണമേ. ദൂരെ ഇരിക്കുന്ന സഹോദരങ്ങളെ ഓർക്കണമേ. വഴക്കിട്ട് മാറി നിൽക്കുന്ന ബന്ധങ്ങൾ നീ ഒന്നിപ്പിക്കണമേ. വിള്ളൽ വീണ ഹൃദയങ്ങൾ നീ ചേർക്കണമേ. സംഭവിക്കാത്ത കാര്യങ്ങൾക്കായി കർത്താവെ, ഇന്ന് സംഭവിക്കാത്ത ഒരു അപകടത്തിന് നന്ദി. ഇന്ന് വരാത്ത ഒരു രോഗത്തിന് നന്ദി. ഇന്നുണ്ടാകാത്ത ഒരു ദുരന്തത്തിന് നന്ദി. കർത്താവെ, നാളെയും ഈ സംരക്ഷണം തുടരണമേ. ഈ കുടുംബത്തിൽ ദുരന്തം വരാതെ കാക്കണമേ. ഈ വീട്ടിൽ അപകടം വരാതെ കാക്കണമേ. ഈ മക്കളെ ദോഷം തൊടാതെ കാക്കണമേ. ഞങ്ങൾ ചിന്തിക്കാത്ത അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ മാറ്റി നടത്തണമേ. ഞങ്ങളറിയാത്ത വഴികളിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ കാണാത്ത ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ മറയ്ക്കണമേ. സംഭവിക്കാത്ത ഓരോ ദുരന്തവും നിന്റെ കൃപയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സംഭവിക്കാത്ത ഓരോ വേദനയും നിന്റെ സ്നേഹമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പേര് പറയാനാകാത്ത ഭയങ്ങൾക്കായി കർത്താവെ, ഇനി ഞങ്ങൾ പേര് പറയാനാകാത്ത ഭയങ്ങളുണ്ട്. ഉള്ളിലൊരു ഭയമുണ്ട്. അതെന്താണ് എന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. പക്ഷേ അതിരിക്കുന്നു. ഉറങ്ങുമ്പോൾ വരുന്നു, ഉണരുമ്പോൾ ഇരിക്കുന്നു, ഒറ്റയ്ക്കിരിക്കുമ്പോൾ വലുതാകുന്നു. ആ ഭയത്തെയും നിന്റെ മുന്നിൽ വയ്ക്കുന്നു കർത്താവെ. ഞങ്ങളതിനെ വിശദീകരിക്കേണ്ട, നീ അതിനെ അറിയുന്നു. ഞങ്ങളതിനെ വിവരിക്കേണ്ട, നീ അതിനെ കാലിനെ കാണുന്നു. എന്ത് സംഭവിക്കുമെന്ന ഭയം, ആർക്കെന്ത് പറ്റുമെന്ന ഭയം, ഭാവിയെക്കുറിച്ചുള്ള ഭയം, ഭൂതകാലം തിരിച്ചു വരുമെന്ന ഭയം, ഒറ്റപ്പെടുമെന്ന ഭയം, ആർക്കും വേണ്ടാതാകുമെന്ന ഭയം. ഈ ഭയങ്ങളെ ഓരോന്നിനെയും നിന്റെ സമാധാനം കൊണ്ട് മൂടണമേ. ഈ ഭയങ്ങളുടെ ശബ്ദത്തേക്കാൾ ഉറക്കെ നിന്റെ സ്നേഹം സംസാരിക്കണമേ. കർത്താവെ, ഈ ഹൃദയത്തോട് പറയണമേ, ഞാനുണ്ട്, ഭയപ്പെടേണ്ട.
ഈ ഹൃദയത്തോട് ഒന്നുകൂടി പറയണമേ, ഞാനുണ്ട്, ഒറ്റയ്ക്കല്ല. ഈ ഹൃദയത്തോട് വീണ്ടും പറയണമേ, സകലവും ഞാൻ നന്മയ്ക്കായി മാറ്റും. ഈ ജീവിതം നിൻ്റെ കയ്യിലാണ്. ഈ കുടുംബം നിൻ്റെ കയ്യിലാണ്. ഈ ഭാവി നിൻ്റെ കയ്യിലാണ്. ഈ ഭയങ്ങളും നിൻ്റെ കയ്യിലാണ്. നിൻ്റെ കയ്യിലിരിക്കുന്ന ഒന്നും നഷ്ടപ്പെടില്ല. ആമേൻ, ആമേൻ, ആമേൻ. ഈ പ്രാർത്ഥന ഇവിടെ അവസാനിക്കുന്നില്ല. ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിച്ചെങ്കിൽ ഒന്നുകൂടി കേൾക്കൂ. ഇന്ന് വീണ്ടും കേൾക്കൂ. നാളെ വീണ്ടും കേൾക്കൂ. ജോലി ചെയ്യുമ്പോൾ പിന്നണയിൽ വെച്ചോളൂ. യാത്ര ചെയ്യുമ്പോൾ ചെവിയിൽ വെച്ചോളൂ. ഉറങ്ങുമ്പോൾ പതുക്കെ കേൾക്കൂ. ഈ പ്രാർത്ഥന നിങ്ങളുടെ കൂടെ നടക്കട്ടെ. ഈ ചാനൽ നിങ്ങളുടെ കൂടെ നിൽക്കട്ടെ. നിങ്ങൾക്കിതിഷ്ടമായാൽ മറ്റുള്ളവരോടും പറയൂ. ഈ ആശ്വാസം ഒരാൾക്ക് കൂടി ലഭിക്കട്ടെ. പക്ഷേ ഒരു സമ്മർദ്ദവുമില്ല. നിങ്ങളിവിടെ ഉള്ളതു മാത്രം മതി. ഇപ്പോൾ പതുക്കെ ഈ നിമിഷത്തിൽ ഒരു ആശ്വാസം സ്വീകരിക്കൂ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഇതൊരാശയമല്ല, ഇതൊരു വാചകമല്ല, ഇത് യഥാർത്ഥമാണ്. ഈ നിമിഷത്തിൽ, ഈ ശ്വാസത്തിൽ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തെ കാക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ ജീവിതത്തെ മൂടട്ടെ. ദൈവത്തിൻ്റെ സംരക്ഷണം നിങ്ങളുടെ കുടുംബത്തെ ചുറ്റട്ടെ. ഉറങ്ങുകയാണെങ്കിൽ ശാന്തമായി ഉറങ്ങൂ. ദൈവം കാവലാളാണ്. ഉണർന്നിരിക്കുകയാണെങ്കിൽ ധൈര്യമായി നടക്കൂ. ദൈവം വഴികാട്ടിയാണ്. ജോലി ചെയ്യുകയാണെങ്കിൽ സമാധാനത്തോടെ ചെയ്യൂ. ദൈവം കൂടെയുണ്ട്. സകലവും നന്മയ്ക്കായി. ഈ വാക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കൂ. ഇന്ന് മുഴുവനും, നാളെ മുഴുവനും, ഈ ആഴ്ച മുഴുവനും, ഈ ജീവിതം മുഴുവനും സകലവും നന്മയ്ക്കായി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളുടെ ഭാവിയെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ.